ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജി കെ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ഡാംസ് ഇൻ ഇന്ത്യ ആണ്. അപ്പോൾ ഇന്ത്യയിലെ ഡാംസിൻ്റെ ലിസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം 5000-ഓളം ഡാമുകളുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് എക്സാമുകളിൽ കഴിഞ്ഞ 2-3 വർഷത്തിനിടയ്ക്ക് വിവിധ എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ഡാമുകൾ ഏതൊക്കെയാണ്, ഏത് റിവറാണ്, ഏത് സ്റ്റേറ്റാണ് എന്നുള്ള കാര്യങ്ങളാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോവാതെ കൂടുതലായിട്ട് എക്സാമുകൾക്ക് ചോദിച്ചതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ഡാംസിൻ്റെ ലിസ്റ്റാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഗുണകരമാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇമ്പോർട്ടൻറ്റ് ഡാംസ്, റിവർ ആൻഡ് സ്റ്റേറ്റ്. അപ്പോൾ ഞാൻ ഓരോ സ്റ്റേറ്റ് വൈസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വെസ്റ്റ് ബംഗാളിലാണ് ഫരാക്ക ബാരേജ് വരുന്നത്. ഫരാക്ക ബാരേജ് എന്ന് വെച്ചാൽ നമുക്ക് പുഴ ഒഴുകി വരുന്ന വഴിയിൽ അതിൻ്റെ ഡൈവേർഷൻ ചേഞ്ച് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം മാത്രം വേറെ ഒരു ഡൈവേർട്ട് ചെയ്ത് വേറെ റീജിയനിലോട്ടോ അല്ലെങ്കിൽ കനാലുകളിലോട്ടോ മറ്റോ വിടാനായിട്ടൊക്കെയാണ് ഈ ബാരേജ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഫറാക്ക ബാരേജ് സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിയിലാണ്, വെസ്റ്റ് ബംഗാൾ. അതുപോലെ ദുർഗാപൂർ ബാരേജ് സ്ഥിതി ചെയ്യുന്നത് ദാമോദർ നദിയിലാണ്, വെസ്റ്റ് ബംഗാൾ. നമുക്കറിയാം ദാമോദറാണ് ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ഓക്കെ, ഇനി ഉത്തരാഖണ്ഡ് നോക്കാം. ഉത്തരാഖണ്ഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡാമാണ് തെഹരി ഡാമും. തെഹരി ഡാം ഭഗീരഥി നദിയിലാണ്. ശ്രദ്ധിക്കുക, ഭഗീരഥി നദിയിലാണ് തെഹരി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം തെഹരി ഡാമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഏറ്റവും വലിയ ഡാം തെഹരി ഡാമാണ്. അതുപോലെ രാംഗംഗ ഡാം സ്ഥിതി ചെയ്യുന്നത് രാംഗംഗ റിവറിലാണ്. അപ്പോൾ ഇതിൽ റിവറിൻ്റെ പേര് ചോദിക്കാൻ സാധ്യതയില്ല. രാംഗംഗ ഡാം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്, അത് ഓർത്തു വയ്ക്കുക. ഓക്കെ, ദെൻ ഉത്തർപ്രദേശ് നോക്കുകയാണെങ്കിൽ ഗോവിന്ദ് ബല്ലഭ് പന്ത് സാഗർ ഡാം, അത് റിഹാണ്ട് നദിയിലാണ്. റിഹാണ്ട് റിവർ ഇമ്പോർട്ടൻ്റ് ആണ്. റിഹാണ്ട് ഡാമും സ്ഥിതി ചെയ്യുന്നത് റിഹാണ്ട് നദിയാണ്, ഉത്തർപ്രദേശിലാണ്. ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. റിഹാണ്ട് ഡാം ഏത് സ്റ്റേറ്റിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതും ഓർത്ത് വയ്ക്കുക. റിഹാണ്ട് ഡാം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഓക്കെ, ദെൻ രാജസ്ഥാൻ നോക്കുകയാണെങ്കിൽ റാണാ പ്രതാപ് സാഗർ ഡാം, അത് ചമ്പൽ നദിയിലാണ്. അപ്പോൾ ചമ്പൽ, ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ ശ്രദ്ധിക്കുക. റാണാ പ്രതാപ് സാഗർ ഡാം, ചമ്പൽ റിവർ. ഓക്കെ, ദെൻ ജാവൈ ഡാം എന്നുള്ളത് ജാവൈ നദിയിലാണ്. ഇത് ലൂണി നദിയുടെ ഒരു പോഷക നദിയാണ്. ഓക്കെ, അപ്പോൾ ഇത് അധികം ചോദിച്ചു കണ്ടിട്ടൊന്നുമില്ല, ഇമ്പോർട്ടൻ്റ് ആണ്. ജാവൈ ഡാം, ജാവൈ റിവർ, ലൂണി നദിയുടെ പോഷക നദി. ഓക്കെ, അടുത്തത് തെലങ്കാനയിലെ മേജർ ആയിട്ട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഏരിയയാണ് തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഡാമുകൾ. അത് പ്രത്യേകം മനസ്സിലോർത്ത് വയ്ക്കുക. നിസാം സാഗർ ഡാം, അത് മാഞ്ചിറ റിവറാണ്. മാഞ്ചിറ എന്നുള്ളത് ഗോദാവരിയുടെ ഒരു പോഷക നദിയാണ്. ഓക്കെ, ദെൻ ശ്രീരാം സാഗർ ഡാം, അത് ഗോദാവരിയിലാണ്. അതുപോലെ നാഗാർജുന സാഗർ ഡാം, കൃഷ്ണ. ഇത് മൂന്നും റിപ്പീറ്റഡ് ആയിട്ട് പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നിസാം സാഗർ, ശ്രീരാം സാഗർ, നാഗാർജുന സാഗർ, ഈ മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കാം. ഓക്കെ, ദെൻ രാമകുണ്ടം ഡാം ഗോദാവരി റിവറിലാണ്. ഓക്കെ, അപ്പോൾ തെലങ്കാനയിൽ ഇത് 4 എണ്ണമാണ് ഉള്ളത്. അതുപോലെ തെലങ്കാനയുടെ കേസ് വരുമ്പോൾ നമ്മൾ ആന്ധ്രാപ്രദേശായിട്ട് ബോർഡർ ഷെയറിങ് ആണ്. നമുക്ക് ആന്ധ്രയെ ഡിവൈഡ് ചെയ്തിട്ടാണ് തെലങ്കാന ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ 2 സ്റ്റേറ്റുകളുടെയും ബോർഡറിൽ വരുന്ന ഡാം കൂടിയുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. ഈ ഡാംസ് സ്പെസിഫിക് ഏത് സ്റ്റേറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഈ 2 ഓപ്ഷനും വരില്ല, ഏതെങ്കിലും ഒന്നായിട്ടേ കൊടുക്കുള്ളൂ. അപ്പോൾ അത് നോട്ട് ചെയ്യാം. ഓക്കെ, ദെൻ പഞ്ചാബിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ രഞ്ജിത് സാഗർ ഡാം രവി റിവറിലാണ്. തെയിൻ ഡാം എന്നും ഇതിനറിയപ്പെടും. ഓക്കെ, തെയിൻ ഡാം എന്ന് അറിയപ്പെടും. രഞ്ജിത് സാഗർ ഡാം, രവി റിവർ, ഇമ്പോർട്ടൻ്റ് ആണ്, മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ശരിക്കും നോക്കുകയാണെങ്കിൽ പഞ്ചാബ് 5-7 ഡാമുകളുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും ഡാമുകളുടെ ലിസ്റ്റ് എടുത്ത് എല്ലാം പഠിച്ചു പോകുന്നത് ഒരു നല്ല അപ്രോച്ചല്ല. ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതാണ് പഠിക്കുന്നവർക്കാണ് എക്സാമിൽ കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടും. എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ സമയം ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് കാണും. ഓക്കെ, ദെൻ തമിഴ്നാട് മേട്ടൂർ ഡാം, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. മേട്ടൂർ ഡാം കാവേരി നദിയിലാണ്. ഓക്കെ, ദെൻ അമരാവതി ഡാം എന്നുള്ളത് അമരാവതി നദിയിലാണ്. അമരാവതി എന്നുള്ളത് കാവേരിയുടെ ഒരു പോഷക നദിയാണ്, ഓർത്ത് വയ്ക്കാം. ദെൻ ഭവാനി സാഗർ ഡാം, ഭവാനി നദി. ഓക്കെ, ദെൻ ഒഡീഷയിലാണ് ഹിരാക്കുഡ് വരുന്നത്, മഹാനദി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് ഡാമാണ് ഹിരാക്കുഡ്.
അപ്പോൾ അതും ഓർത്ത് വയ്ക്കുക. ലോങ്ങസ്റ്റ് ഡാമാണ് ഹിരാക്കുഡ്. അത് ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, നോക്കാം. ഓക്കെ. ദെൻ ഇന്ദ്രാവതി ഡാം, അത് ഇന്ദ്രാവതി നദിയിലാണ്, അതും ശ്രദ്ധിക്കുക. ഇന്ദ്രാവതി എന്നുള്ളത് ഗോദാവരിയുടെ ഒരു പോഷക നദിയാണ്, അതും ശ്രദ്ധിക്കുക. ഇന്ദ്രാവതി എന്നുള്ളത് ഗോദാവരിയുടെ പോഷക നദിയാണ്, ഒഡീഷയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ദെൻ മഹാരാഷ്ട്രയിലെ രണ്ട് പ്രധാനപ്പെട്ട ഡാമാണ്, ഒന്ന് ഗിർണ, ഒന്ന് കൊയ്ന. ഇതിൽ കൊയ്ന ഡാം കൊയ്ന റിവറിലാണ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. കൊയ്ന ഡാം മഹാരാഷ്ട്ര എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ. ഗിർണ ഡാം വരുന്നത് ഗിർണ റിവറിലാണ്. ഓക്കെ. ദെൻ മധ്യപ്രദേശിലെ എടുക്കുകയാണെങ്കിൽ ഇന്ദിരാസാഗർ ഡാം, അത് നർമ്മദ റിവറിലാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ ടോപ്പ് ലാർജസ്റ്റ് ഡാമുകളിലെ ടോപ്പ് 5 വരുന്നതാണ് ഇന്ദിരാസാഗർ ഡാം, അത് നർമ്മദയിലാണ്, ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ദെൻ ഗാന്ധി സാഗർ ഡാം ചമ്പൽ നദിയിലാണ്, ഗാന്ധി സാഗർ ഡാം ചമ്പൽ റിവറിലാണ്. ദെൻ തേർഡ് വൺ ഓംകാരേശ്വർ ഡാം നർമ്മദയിലാണ്, ഓംകാരേശ്വർ ഡാം നർമ്മദ. ഇതിൽ ഓംകാരേശ്വർ ഡാം റീസെൻറ്റ് ന്യൂസ് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഡാമിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് പ്രോജക്റ്റ് വരാൻ പോകുന്നു. അപ്പോൾ അതും ശ്രദ്ധിക്കാം. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓംകാരേശ്വർ ഡാം നർമ്മദ മധ്യപ്രദേശ്. ദെൻ ലഡാക്കിലുള്ള ഒരു പ്രോജക്റ്റാണ് ധൂംഗവ് ഹൈഡ്രോ ഇലക്ട്രിക് ഡാം പ്രോജക്റ്റ് വരുന്നത്, അത് സിന്ധു നദിയിലാണ്. ഓക്കെ. ദെൻ നമ്മൾ കേരളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഫെമിലിയർ ആയിരിക്കും. ബാണാസുര സാഗർ കബനി നദിയിലാണ്, പെരിയാർ നദിയിലാണ്. അതുപോലെ ഇടുക്കി ആർച്ച് ഡാമാണ് പെരിയാർ റിവറാണ്. ഓക്കെ. ദെൻ കർണാടകയിൽ അൽമാട്ടി ഡാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അൽമാട്ടി ഡാമിൻ്റെ മറ്റൊരു പേരാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ഡാം, അത് അധികം പേര് കേട്ട് കാണില്ല. അൽമാട്ടി ഡാമിൻ്റെ മറ്റൊരു പേരാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ഡാം. അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ. അപ്പോൾ ശ്രദ്ധിക്കുക, അൽമാട്ടി, കൃഷ്ണ, കർണാടക, ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പഠിച്ചു വയ്ക്കാം. ഓക്കെ. ദെൻ കൃഷ്ണരാജ സാഗർ ഡാം, ഇതൊക്കെ PSCക്ക് ചോദിച്ചിട്ടുണ്ട്. കൃഷ്ണരാജ സാഗർ ഡാം കാവേരി നദിയിലാണ്, കർണാടക. ശ്രദ്ധിക്കുക, കൃഷ്ണരാജ സാഗർ ഡാം കാവേരി നദി, കർണാടക. ദെൻ തുംഗഭദ്ര ഡാം ഇൻ കർണാടക. ഓക്കെ. ദെൻ ജാർഖണ്ഡിലെ ഒരു ഡാമാണ് ചാണ്ടിൽ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ ഒന്നേ കണ്ടുള്ളൂ, അതുകൊണ്ടാണ് ഒന്ന് മാത്രം നോട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ചോദിച്ച് കണ്ടിട്ടൊന്നുമില്ല, എന്നാലും എടുത്തിട്ടുണ്ടെന്ന് മാത്രം. ചാണ്ടിൽ ഡാം സുവർണരേഖ നദിയിലാണ്. ഓക്കെ. ദെൻ ജമ്മു ആൻഡ് കാശ്മീർ എടുക്കുകയാണെങ്കിൽ ഈ 3 ഡാമുകൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. സലാൽ ഡാം ചിനാബിലാണ്, ഉറി ഡാം ജലം നദിയിലാണ്, ബഗ്ലിഹാവ് ഡാം ചിനാബിലാണ്. അപ്പോൾ ഈ ജലം, ചിനാബ്, ഈ നദികളൊക്കെ സിന്ധുവിൻ്റെ പോഷക നദികളാണ്. അപ്പോൾ ഈ നദികളിലൂടെ ഒഴുകുന്ന വെള്ളം പോകുന്നത് പാകിസ്ഥാനിലോട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ സിന്ധു വാട്ടർ ട്രീറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഈ നദികൾ. അപ്പോൾ ഈ നദികളിൽ ഡാം നിർമ്മിക്കുമ്പോൾ പാകിസ്ഥാനിലോട്ട് പോകുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയും. ഇതൊരു കൺസേൺ ആണ് പാകിസ്ഥാൻ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസൊക്കെ വന്നിരുന്നു, അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പോൾ സലാൽ ഡാം ചിനാബ്, ഉറി ഡാം ജലം, ബഗ്ലിഹാവ് ഡാം ചിനാബ്. ശ്രദ്ധിക്കുക, ന്യൂസിൽ വരുന്ന എന്താണോ അതായിരിക്കും കൂടുതൽ എക്സാമുകൾക്ക് ചോദിക്കാൻ ചാൻസ്. ഓക്കെ. അപ്പോൾ ഇത് 3 ജമ്മു കാശ്മീരിലെ 3 ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ നോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ. ദെൻ ഹിമാചൽ പ്രദേശ് മഹാറാണ പ്രതാപ് സാഗർ ഡാം, അത് ബിയാസിലാണ്. അതുപോലെ ബക്രാനങ്കൽ ഡാം സത്ലജിലാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ടത് ഒരു ഫേമസ് ആയ റിസർവോയർ ഉണ്ട്, ഗുരു ഗോവിന്ദ് സാഗർ റിസർവോയർ. അപ്പോൾ ഈ റിസർവോയർ സ്ഥിതി ചെയ്യുന്നത് ബക്രാനങ്കൽ ഡാമിനോട് കൂടിയിട്ടാണ്, അപ്പോൾ അതും ശ്രദ്ധിക്കുക. ബക്രാനങ്കൽ ഡാമിനോട് കൂടിയിട്ടാണ് ഗുരു ഗോവിന്ദ് സാഗർ വാട്ടർ റിസർവോയർ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ദെൻ പോങ് ഡാം ബിയാസ്, ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഈ പേജിൽ കാണുന്ന 6 ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. ഓക്കെ. പോങ് ഡാം ബിയാസ്. ദെൻ ഗുജറാത്തിൽ സർദാർ സരോവർ ഡാം നർമ്മദ, ഒരുപാട് തവണ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സർദാർ സരോവർ ഡാം നർമ്മദ. ദെൻ ഉക്കായ് ഡാം വരുന്നത് താപ്പി, അപ്പോൾ അതും നോട്ട് ചെയ്യുക. ഉക്കായ് ഡാം വരുന്നത് താപ്പി റിവറിലാണ്. കാംലേശ്വർ പ്രോജക്റ്റ് ചോദിച്ചു കണ്ടിട്ടില്ല, നോട്ട് ചെയ്ത് വയ്ക്കുക. കാംലേശ്വർ ഹിരൻ. ഓക്കെ. ദെൻ ഛത്തീസ്ഗഡിൽ നോക്കുകയാണെങ്കിൽ ദുധാവ ഡാം മഹാനദിയിലാണ്. ഓക്കെ. ദുധാവ ഡാം മഹാനദി. ഇനി അരുണാചൽ പ്രദേശിൽ നോക്കുകയാണെങ്കിൽ ദിബാംഗ് ഡാം, അതായത് ദിബാംഗ് എന്നുള്ളത്
നമ്മളുടെ ബ്രഹ്മപുത്രയുടെ ഒരു പോഷക നദിയാണ്. അപ്പോൾ ദിബാങ് ഡാം എന്നുള്ള സ്ഥിതി ചെയ്യുന്നത് ദിബാങ് നദിയിലാണ്, അരുണാചൽ പ്രദേശ്. അത് നോട്ട് ചെയ്യുക. നോർത്ത് ഈസ്റ്റേൺ റീജിയനിലാണ്. അപ്പോൾ അത് നോട്ട് ചെയ്യുക. ദിബാങ് ഡാം, അരുണാചൽ പ്രദേശ്. പിന്നെ ആന്ധ്രാപ്രദേശിലെ 2 പ്രധാനപ്പെട്ട ഡാമുകളാണ് സോമശില, അത് പെന്ന റിവറിലാണ്. സോമശില ഡാം, പെന്ന റിവർ. അതുപോലെ ശ്രീശൈലം ഡാം കൃഷ്ണ നദിയിലാണ്. ശ്രീശൈലം ഡാം കൃഷ്ണ നദിയിലാണ്. അപ്പോൾ അത് ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും ഡാമുകൾ പ്രത്യേകം ലിസ്റ്റ് ചെയ്ത് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറ്റും. ശ്രീശൈലം ഡാം കൃഷ്ണയാണ്. അതിൽ ഉള്ളൊരു ഇഷ്യൂ വരിക, അതും ബോർഡർ കുർണൂൽ ഡിസ്ട്രിക്റ്റിലാണെങ്കിലും അത് ബോർഡർ ഷെയറിങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് തെലങ്കാനയും ഉത്തരത്തിൽ കാണാം. അപ്പോൾ അത് അങ്ങനെയുള്ള കൺഫ്യൂസിങ് ആവുന്ന ഓപ്ഷൻസ് പരമാവധി നമുക്ക് കാണില്ല എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് എടുത്ത് പഠിക്കാം. 2 ഡാമുകളോളം അങ്ങനെ ബോർഡർ ഷെയറിങ്ങിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡാംസാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. ഫസ്റ്റ് ഡാം ബിൽറ്റ് ഇൻ ഇന്ത്യ ഈസ്, ഇന്ത്യയിൽ ആദ്യത്തെ ഡാം. ആൻസർ കല്ലണൈ ഡാമാണ്. കല്ലണൈ ഡാം ഉണ്ടാക്കിയത് കാവേരി നദിയിലാണ്. അതും ശ്രദ്ധിക്കുക, കാവേരി നദിയിലാണ് കല്ലണൈ ഡാം ആദ്യമായിട്ട് നിർമ്മിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാമാണ് കല്ലണൈ ഡാം. ഇത് തഞ്ചാവൂർ ജില്ലയിലാണ്, തമിഴ്നാട്ടിലാണ്. ഓക്കെ, തഞ്ചാവൂർ ഇൻ തമിഴ്നാടു. അതുപോലെ ഇത് നിർമ്മിക്കുന്നത് ചോള രാജവംശത്തിലെ കരികാലൻ എന്ന രാജാവാണ്. അതും ശ്രദ്ധിക്കുക, ചോള രാജവംശത്തിലെ കരികാലനാണ് കല്ലണൈ ഡാം നിർമ്മിക്കുന്നത്. ദെൻ ലാർജസ്റ്റ് ഡാം ഇൻ ഇന്ത്യ, ഇതിൻ്റെ ആൻസർ തെഹരി ഡാമാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക. നമ്മൾ പണ്ട് സത്ലജ് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൽ ചെറിയ ചേഞ്ചസ് ഉണ്ട്. അതുപോലെ ആൻസർ കീയിലൊക്കെ പക്ഷേ ഇപ്പോഴും സത്ലജ് ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. സത്ലജ് അല്ല, ബക്ര നങ്കൽ, സത്ലജ് നദിയിലെ ബക്ര നങ്കൽ ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആൻസറിലൊക്കെ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. തെഹരി ഡാമാണ് ലാർജസ്റ്റ് ഡാം ഇൻ ഇന്ത്യ. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ആൻസർ കീസിലും നമുക്ക് കാണാൻ കഴിയുന്നത് ബക്ര നങ്കലായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. ടോട്ടൽ നമ്പർ ഓഫ് ഡാംസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ മൊത്തം എത്ര ഡാമുകളുണ്ട്? നമുക്കറിയാം, സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം 5202 ഡാമാണ് ഉള്ളത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അവരൊരു മെഷർമെൻറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മെഷർമെൻറ്റിന് മുകളിൽ ഹൈറ്റ് ഉള്ള കൺസ്ട്രക്ഷൻസ് മാത്രമേ ഡാമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ അവർ എടുത്ത കണക്ക് പ്രകാരം 5202 ഡാമുകൾ ഇന്ത്യയിലുണ്ട്. ഇത് ഒഫീഷ്യൽ റിപ്പോർട്ടിലെ നമ്പറാണ്, ഓർത്ത് വയ്ക്കാം. ഹയസ്റ്റ് ഡാം ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഹയസ്റ്റ് ഡാം എന്നുള്ളത് തെഹരി ഡാമാണ്. അതുപോലെ തെഹരി ഡാമിൻ്റെ ഹൈറ്റ് 260.5 മീറ്റർ. അത് ഓർത്ത് വയ്ക്കുക, 260.5 മീറ്റർ. തെഹരി ഡാം ഭഗീരഥി നദിയിലാണ്. ഓക്കെ, വിച്ച് സ്റ്റേറ്റ് ഹാസ് മോസ്റ്റ് നമ്പർ ഓഫ് ഡാംസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡാമുകൾ കാണപ്പെടുന്ന സ്റ്റേറ്റ് ഏതാണ്? ആൻസർ തമിഴ്നാടു. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വയ്ക്കുക. വിച്ച് സ്റ്റേറ്റ് ഹാസ് മോസ്റ്റ് നമ്പർ ഓഫ് ഡാംസ് ഇൻ ഇന്ത്യ? ആൻസർ തമിഴ്നാടു. ദെൻ ലോങ്ങസ്റ്റ് ഡാം ഇൻ ഇന്ത്യ, ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി. ലോങ്ങസ്റ്റ് ഡാം ഹിരാക്കുഡാണ്, മഹാനദി ഒഡീഷ. അപ്പോൾ അതിങ്ങനെ ഓർത്ത് വയ്ക്കുക, ഹിരാക്കുഡ് മഹാനദി ഒഡീഷ. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലക്നൗ ഡാം ടു ബി ബിൽറ്റ് ഓൺ വിച്ച് റിവർ? ലക്നൗ ഡാം എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും പണി കഴിയുന്നേ ഉള്ളൂ. അപ്പോൾ 2022 ഇത് കംപ്ലീറ്റ് ആവാമെന്നാണ് ന്യൂസിൽ കണ്ടത്. അപ്പോൾ ഈ ഡാം കംപ്ലീറ്റ് ആകുമ്പോൾ ടോപ്പ് 5 വരുന്ന ഒരു ഡാം ആയിരിക്കും. അപ്പോൾ നിങ്ങളത് പ്രത്യേകം നോട്ട് ചെയ്യുക. യമുന റിവറിലാണ് ഉത്തരാഖണ്ഡ്. അപ്പോൾ ഇത് വർക്ക് ഓൺ ഗോയിങ് ആണ്, അതും നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ലക്നൗ ഡാം, യമുന റിവർ, ഉത്തരാഖണ്ഡ്. ഓക്കെ, അപ്പോൾ പഴയ ഗൈഡിലൊന്നും ഈ പേര് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നോട്ട് ചെയ്യുക, ലക്നൗ ഡാം, ഉത്തരാഖണ്ഡ്, യമുന റിവർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളതൊരു നോട്ടിൽ എഴുതി വെച്ച് ഇടയ്ക്ക് എടുത്ത് റിവിഷൻ ചെയ്യുക. പിന്നെ ഒരു കാര്യമുണ്ട്, കോഡ് വെച്ച് പഠിക്കാമെന്ന് പറയും. ഞാൻ അതിനോട് അത്ര അനുകൂലിക്കുന്നില്ല. എല്ലാ കോഡുകളും നമുക്ക് ഓർത്ത് വയ്ക്കാനുള്ള സമയം ഉണ്ടെങ്കിൽ നമുക്കിതെല്ലാം ഓർത്ത് വയ്ക്കുന്നതാണ് ബെറ്റർ എന്നതാണ് എൻ്റെ ഒരു ശൈലി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് അതുപോലെ ചെയ്യാം. നിങ്ങളുടെ പെർഫെക്ഷൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഡാംസാണ് മൊത്തം ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരുവിധം ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ നിന്ന് തന്നെയാണ് മുഴുവൻ ചോദിച്ചിട്ടുള്ളത്. ഒരുപാട് എക്സാംസ് എഴുതിയിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.